UDF-ന് വേണ്ടി വീണ്ടും അംഗം കുറിക്കാൻ എത്തുന്നത് KC വേണുഗോപാലാണ്. കഴിഞ്ഞ തവണ 10,000-ന് കൈവിട്ടുപോയ ആലപ്പുഴ കൈപ്പിടിയിലേക്ക് കൊണ്ടുവരാനായി KCയെ തന്നെ ഇറക്കുകയാണ്. മണ്ഡലത്തിലെ മുൻ MP കൂടിയാണ് KC വേണുഗോപാൽ. പോരാട്ടത്തിന് സജ്ജമായിരിക്കുന്നു. ആലപ്പുഴ മണ്ഡലത്തിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 2014-ൽ CPIM-ലെ CB ചന്ദ്രബാബുവിനെ 19,407 വോട്ടുകൾക്ക് KC വേണുഗോപാൽ പരാജയപ്പെടുത്തി. അതിനു മുൻപ് 2009 എടുത്തു നോക്കിയാൽ അന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം സ്വന്തമാക്കിയത് 57,635 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ്. പക്ഷേ 2019-ൽ പാർട്ടിയിലെ ഭാരിച്ച ഉത്തരവാദിത്തമൊക്കെ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് KC വേണുഗോപാൽ മത്സരത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. 5 വർഷത്തിനിപ്പുറം അന്നുള്ളതിനേക്കാൾ 10 മടങ്ങ് ഉത്തരവാദിത്തം പാർട്ടിയിൽ KC വേണുഗോപാലിനുണ്ട്. AICC ജനറൽ സെക്രട്ടറിയാണ്. സംഘടനാ ചുമതലയും അദ്ദേഹത്തിനാണ്. രാജസ്ഥാനിൽ നിന്നുള്ള കോൺഗ്രസിന്റെ രാജ്യസഭാംഗവുമാണ് നിലവിൽ KC വേണുഗോപാൽ. സമീപ മണ്ഡലങ്ങളിൽ നിന്നെല്ലാം വൻ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറിയപ്പോൾ അവർക്ക് UDF-ന് കാലിടറിയ ആലപ്പുഴയിൽ ഒരു പരിധിവരെ അപ്രതീക്ഷിതമായിരുന്നു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ തോൽവി. ആ തോൽവിയിൽ നിന്ന് കരകയറാൻ എന്താണ് മുന്നിലുള്ള പദ്ധതി? നമുക്ക് KCയോട് തന്നെ ചോദിക്കാം. KC പറയട്ടെ. ആലപ്പുഴ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഊർജ്ജം പകരുന്ന നാടാണ്. ആലപ്പുഴയിലെ ജനങ്ങളിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അവരാണ് തീരുമാനിക്കേണ്ടത്. ആ ജനങ്ങളിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്നെ അവർ അനുഗ്രഹിക്കുമെന്ന്. കേരളം ഒരിക്കലും കാണാത്ത കാഴ്ചകളല്ലേ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മമാരുടെ കണ്ണുനീര്, നമ്മുടെ ചെറുപ്പക്കാരുടെ കണ്ണുനീര്, വിദ്യാർത്ഥികളുടെ കണ്ണുനീര്, കൃഷിക്കാരന്റെ കണ്ണുനീര്, ഇതൊന്നും കാണാത്ത അന്ധതയോടെ നിൽക്കുന്ന ഒരു സർക്കാരല്ലേ ഇവിടെ ഇരിക്കുന്നത്. അഴിമതിയുടെ അങ്ങേയറ്റം, ജീർണതയുടെ അങ്ങേയറ്റം. ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ജനങ്ങൾ ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും പ്രതിഫലിക്കില്ലേ ഈ തെരഞ്ഞെടുപ്പിൽ. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ LDF തോൽവി സമ്മതിച്ചു ആലപ്പുഴയിൽ. ഞാനിവിടെ ജയിച്ചാൽ ഒരു ഇതിലൊന്നും പേരാറാവണ്ട. ഞങ്ങളുടെ ലക്ഷ്യം വളരെ ക്ലിയറാണ്. നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ രാജ്യത്തെ ജനങ്ങളുടേതായിട്ടുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുക. അപ്പൊ അതിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഓരോ ലോക്സഭാ സീറ്റും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അതാണ് KCക്ക് പറയാനുള്ളത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് KC വേണുഗോപാൽ തന്റെ സ്വന്തം തട്ടകമായ ആലപ്പുഴയിൽ തിരിച്ചെത്തുന്നത്. ഇത്തവണയും KC തന്നെയാണോ ശ്രദ്ധാകേന്ദ്രം? നമുക്ക് റോഷിപാലിനോട് ചോദിക്കാം. റോഷിപാൽ, വെൽക്കം ബാക്ക്. KCക്ക് ഈസിയാണോ കാര്യങ്ങൾ? AM ആരിഫിനെ കടുപ്പമാക്കുമോ KC? എന്നിട്ട് വിജയം പഴയതുപോലെ തന്നെ കൈപ്പിടിയിലേക്ക് കൊണ്ടുവരുമോ? സുജയ, നേരത്തെ ശ്രീജിത്ത് പറഞ്ഞു വെച്ചിരുന്ന് തുടങ്ങേണ്ടി വരും. ഒന്ന്, 1996-ൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഘട്ടത്തിൽ കണ്ണൂരിൽ നിന്നും ആലപ്പുഴയിലേക്ക് വണ്ടി കയറിയതാണ് KC വേണുഗോപാൽ എന്ന നേതാവ്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് കണ്ണൂരേക്ക് തിരിച്ചു പോകേണ്ടി വന്നിട്ടില്ല. തുടർച്ചയായി അവിടെ MLA ആകുന്നു. പിന്നീട് ഏതാണ്ട് ഒരു പതിറ്റാണ്ട് കാലം MP ആയി ആലപ്പുഴയെ പ്രതിനിധീകരിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവ നേതാവായി നിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു ആലപ്പുഴയുടെ മണ്ണിലേക്ക് KC എത്തുന്നത്. ഏതായാലും സംസ്ഥാനത്ത് UDF-ന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങുമ്പോൾ കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട പട്ടിക തയ്യാറാക്കുമ്പോഴൊക്കെ ആലപ്പുഴയിലെ നേതാക്കളൊക്കെ ഒരേപോലെ പറഞ്ഞത് KC വേണുഗോപാലിന്റെ പേര് മാത്രമായിരുന്നു. KC വേണുഗോപാൽ വന്നാൽ മാത്രമേ ആലപ്പുഴ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടായിരുന്നു. അത് ഗ്രൂപ്പിന് അതീതമായി അങ്ങനെ തന്നെയായിരുന്നു അവർ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സംസ്ഥാനത്ത് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചത് KC ആലപ്പുഴയിലേക്ക് വരണമെന്നാണ്. KC ജയിക്കുമെന്ന് കണക്കുകൂട്ടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ആലപ്പുഴയുമായി KC വേണുഗോപാലുള്ള ബന്ധം തന്നെയാണ്. ഈ 2.5 പതിറ്റാണ്ട് കാലത്തിനോളം KCക്ക് ആലപ്പുഴയിലുള്ള സൗഹൃദങ്ങൾ, ആലപ്പുഴയിൽ MP ആയിരിക്കുമ്പോൾ, MLA ആയിരിക്കുമ്പോൾ, മന്ത്രിയായിരിക്കുമ്പോൾ അവിടെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് വിജയിക്കാനുള്ള കാരണമായി വോട്ട് KC വേണുഗോപാലിന് അനുകൂലമായി ആലപ്പുഴയിലെ വോട്ടർമാർ രേഖപ്പെടുത്തുമെന്ന് UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ 5 വർഷക്കാലം KC വേണുഗോപാൽ ആലപ്പുഴയിൽ MP അല്ലാതിരുന്നിട്ടും ആലപ്പുഴയിൽ ഒരു ഓഫീസ് സ്ഥാപിക്കുകയും ആ ഓഫീസ് കൃത്യമായി പ്രവർത്തിക്കുകയും ആലപ്പുഴയിലെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്തിരുന്നു KC. മാത്രമല്ല, എല്ലാ മാസവും ഏറ്റവും ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും ആലപ്പുഴയിലേക്ക് KC വേണുഗോപാൽ എത്തിയിരുന്നു. ആലപ്പുഴയുമായുള്ള ബന്ധം നഷ്ടമാകരുത് എന്ന കൃത്യമായ ഒരു പ്രതിജ്ഞയോടെ ആലപ്പുഴയെ കാത്തു സൂക്ഷിക്കാൻ KC ശ്രമിച്ചു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ, UDF നേതാക്കൾ പറയുന്നത്. അത് മാത്രം മതി KC വേണുഗോപാലിനെ വീണ്ടും ആലപ്പുഴയിലെ വോട്ടർമാർ പാർലമെന്റിലേക്ക് അയക്കാനുള്ള കാരണമായി കരുതുന്നു. മറ്റൊന്ന്, ദേശീയ രാഷ്ട്രീയത്തിലെ KC വേണുഗോപാൽ എന്ന നേതാവിന്റെ സാന്നിധ്യം, അദ്ദേഹത്തിന്റെ നേതൃമികവ്. ഒന്ന്, ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായി നിൽക്കുന്ന KC വേണുഗോപാൽ പാർലമെന്റിൽ ഉണ്ടാകേണ്ട സാഹചര്യം
ലോക്സഭയിൽ ഉണ്ടാകേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ചർച്ചയാക്കുന്നതും. അതുകൊണ്ട് ഒന്ന് ലോക്സഭയിൽ കോൺഗ്രസിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള ലക്ഷ്യം, ആ ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ടതാണ് ഇപ്പോൾ ഈ രാജസ്ഥാനിലെ ആ രാജ്യസഭാ അംഗത്വം പോലും കളഞ്ഞ് ഇവിടെയൊന്നും ലോക്സഭയിലേക്ക് കേസിയെ എത്തിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നതും എന്നാണ് ഇതിനായി ഇപ്പോൾ എതിർ രാഷ്ട്രീയ കക്ഷികൾ ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മറുപടി. ഏതായാലും UDF ക്യാമ്പിന് ഒട്ടും സംശയമില്ല, ഒട്ടും ആശങ്കയുമില്ല. KC വേണുഗോപാൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നാണ് UDF ക്യാമ്പ് ഇപ്പോഴും പ്രതീക്ഷയർപ്പിക്കുന്നത്. ഓക്കെ റോഷിബ.